സാധാരണക്കാരായ വ്യക്തികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് കിട്ടുന്ന മാസവരുമാനം കൊണ്ട് ജീവിതത്തിൻ്റെ ഒരറ്റവും മറ്റൊരറ്റവും കൂടി കൂട്ടിമുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കാലാകാലങ്ങളായി കേട്ടുവരുന്നൊരു ചൊല്ലാണിത്. എങ്ങനെയുണ്ട് ലൈഫ് എന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ ഒരറ്റവും മറ്റൊരറ്റവും കൂടി കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. അല്ല, എൻ്റെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ്. സോ ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്താണ് ഈ ഒരു കാലഘട്ടത്തിൽ മാസത്തിൽ 2-3 പ്രാവശ്യമല്ല അതിനേക്കാൾ കൂടുതൽ നമുക്കൊരു കോള് വരും. സാർ, ഇത് ഈ ബാങ്കിൽ നിന്നാണ്, ചിലപ്പോൾ ബജാജ് ഫിനാൻസിൽ നിന്നാണ്, HDFC ബാങ്കിൽ നിന്നാണ്, ICICയിൽ നിന്നാണ്. നിങ്ങളുടെ ഇതുവരെയുള്ള ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ലോൺ ഓഫർ ബാങ്ക് നൽകുന്നുണ്ട്, എടുക്കാൻ താല്പര്യമുണ്ടോ? സോ ഇത് കേൾക്കുമ്പോൾ ആകെ പൈസയ്ക്ക് ടൈറ്റായി നിൽക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യുക? എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് ചോദിക്കും. സോ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നുള്ള മറുപടി എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. 10 മിനിറ്റ് കൊണ്ട് ഈ എമൗണ്ട് ചിലപ്പോൾ 1 ലക്ഷമായിരിക്കാം, ചിലപ്പോൾ 50,000 രൂപയായിരിക്കാം, അല്ലേ? നിങ്ങളുടെ ക്രെഡിറ്റ് കപ്പാസിറ്റിയുടെ ബേസിൽ അവർ ഓഫർ ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അത് ക്രെഡിറ്റ് ആവുന്നതാണ്. സോ നമുക്ക് ക്ലാസ് ഓഫ് പീപ്പിൾ 3 പറയാറ്: ടോപ്പ് ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. സോ ഇതിൽ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ടോപ്പ് ക്ലാസ്സിനെയും ലോവർ ക്ലാസ്സിനെയും അത് കാര്യമായിട്ട് ബാധിക്കില്ല. മിഡിൽ ക്ലാസ് പീപ്പിളിനെയാണ് എപ്പോഴും പ്രശ്നങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത് കൂടുതൽ. കാരണം മിഡിൽ ക്ലാസ് വ്യക്തികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ശമ്പളം മേ ബി ചിലപ്പോൾ ഒരു 20,000 രൂപയോ 25,000 രൂപയോ ആണെങ്കിലും അവർ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈൽ എന്ന് പറയുന്നത് 50,000 രൂപയുടെയോ അല്ലെങ്കിൽ ഐഫോൺ 1 ലക്ഷത്തിൻ്റെയോ 1.5 ലക്ഷത്തിൻ്റെയൊക്കെ ഫോണുകളായിരിക്കും. ദെൻ നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് ചടങ്ങുകളുടെ ഒരു ഘോഷയാത്ര ഉള്ള ഒരു സ്റ്റേറ്റാണ്. ഓണം, വിഷു, ക്രിസ്മസ്, അങ്ങനെ ഒരു പള്ളിപ്പെരുന്നാൾ, എല്ലാ പെരുന്നാളും. അത് മാത്രമല്ല ഒരു വീട്ടിലെ ബർത്ത്ഡേ സെലിബ്രേഷൻസ്, അച്ഛൻ്റെ ബർത്ത്ഡേ, അമ്മയുടെ ബർത്ത്ഡേ, ഭാര്യയുടെ ബർത്ത്ഡേ, മക്കളുടെ ബർത്ത്ഡേ. ദെൻ ഭാര്യയുടെ ഫ്രണ്ടിന് സർപ്രൈസ് ഗിഫ്റ്റ് ഭർത്താവ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടായിരിക്കും. സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റുകളും കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. ആകെ മാസം ഉള്ള വരുമാനം എന്ന് പറയുന്നത് 25,000-30,000 രൂപയായിരിക്കും. സോ ഈ ഒരു അവസരത്തിൽ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മിഡിൽ ക്ലാസ് പീപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഞങ്ങൾ മിഡിൽ ക്ലാസ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോ ഓഫിൻ്റെ ഭാഗമായിട്ട് പലതും ഇല്ലാത്ത പൈസ കടം മേടിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ കേട്ടിട്ടുള്ള ഒരു ചൊല്ലുണ്ട്, കേരളത്തിലുള്ള എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആണ്. ചടങ്ങിൽ കുടുങ്ങിയാൽ ചുരുങ്ങും ജീവിതം, നമ്മുടെ ചുരുങ്ങും എന്നുള്ളത്. കേരളത്തിലുള്ള മെജോറിറ്റി ആൾക്കാർ ചടങ്ങിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ടാണ് മെജോറിറ്റി ആൾക്കാരുടെ ജീവിതം ചുരുങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പൈസയ്ക്ക് ടൈറ്റായി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഈ പേഴ്സണൽ ലോൺ ഓഫർ, ബാങ്കിൽ നിന്ന് വരുന്ന ഓഫർ, മെജോറിറ്റി ആൾക്കാരും ഒന്നും കാര്യമായി ചിന്തിക്കാണ്ട് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഈ മേടിച്ച കടം വീട്ടാൻ വേണ്ടിയിട്ട് പിന്നെ 1-2 കടങ്ങൾ, ലോണുകൾ വീണ്ടും മേടിക്കേണ്ടതായിട്ട് വരുന്നു. അതല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെയാണ് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഈ ലോണിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റിൻ്റെ ഇരട്ടി ഇൻട്രസ്റ്റ് അപ്പുറത്ത് വീണ്ടും കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത് നമുക്കിപ്പോൾ പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എന്താണ് പേഴ്സണൽ ലോൺ, ഇതിൻ്റെ ബാഡ് ഇഫക്ട്സ്, ഇതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, പേഴ്സണൽ ലോൺ ഓഫർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കും, താളം തെറ്റും ജീവിതം, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, നമുക്ക് പല സാഹചര്യത്തിലും ഒരു ബിസിനസ് തുടങ്ങാൻ, ഒരു വീട് വെക്കാൻ,
അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ ബാങ്കിനെ സമീപിക്കുന്ന സമയത്ത്, എഡ്യൂക്കേഷൻ പർപ്പസിനാവട്ടെ ഒക്കെ നമ്മൾ ബാങ്കിനെ സമീപിക്കുന്ന സമയത്ത് ഒരു ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ പിന്നാലെ നടന്ന് പലപ്പോഴും അത് റിജക്റ്റ് ചെയ്യുന്ന പരിപാടി, സാധാരണക്കാരെ ലോണിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട്, ഹയർ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ലോണിനെ സമീപിച്ചപ്പോൾ വീടിൻ്റെ ലൊക്കാലിറ്റി ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ലോൺ തരുള്ളൂ. അവസാനം എൻ്റെ ലോൺ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുണ്ടോ? നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പല അവസരങ്ങളിലും നമ്മൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ മെജോറിറ്റി ബാങ്ക് അത് റിജക്റ്റ് ചെയ്യുന്നത് കാണാം. ബട്ട് ഇവിടെ എന്താണ് സാഹചര്യം? ലോൺ വേണോ, ലോൺ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നാലെ ബാങ്ക് ഇങ്ങോട്ട് വരാണ്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അതൊരു ട്രാപ്പാണ് എന്നുള്ളത്. കാരണം ബാങ്കുകൾക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ബാങ്കുകളുടെ വരുമാനം എന്ന് പറയുന്നത് എന്താ? പലിശയാണ്. സോ ലോൺ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ലോണുകളുണ്ട്. സെക്യൂർഡ് ലോൺ ആൻഡ് അൺസെക്യൂർഡ് ലോൺ. നമുക്ക് സിമ്പിളായിട്ട് പറയാം, എന്താണ് സെക്യൂർഡ് ലോൺ, എന്താണ് അൺസെക്യൂർഡ് ലോൺ. ഇതിനെ പറ്റിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ചിന്തിക്കുന്നില്ല. ലോൺ ഓഫർ എന്ന് പറയുമ്പോൾ വെറും ലോൺ എന്നല്ല, ലോൺ ഓഫർ എന്നാണ് പറയുന്നത്. സോ സെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ എന്താ? ബാങ്ക് നമുക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ, ലോണായിട്ട് പൈസ തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നൊരു സെക്യൂരിറ്റി അങ്ങോട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഗോൾഡ് ലോൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു 2 പവൻ്റെ ഒരു മാല പണയം വയ്ക്കുന്നു. സോ ആ 2 പവൻ്റെ മൂല്യം അനുസരിച്ച് ഏകദേശം ഒരു ഇത്ര പെർസെൻറ്റേജ് എമൗണ്ട് ആയിരിക്കും ബാങ്ക് നമുക്ക് നൽകുക. ദെൻ നമ്മളത് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ആ മാല തിരിച്ചു കിട്ടണമെങ്കിൽ ആ എമൗണ്ട് തിരിച്ചടച്ചാൽ നമുക്ക് മാല തിരിച്ചു കിട്ടും. ദെൻ നമ്മൾ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? ബാങ്ക് അത് വിറ്റ് അവർക്ക് പൈസ എടുക്കാൻ സാധിക്കും. ബാങ്കിനൊരു നഷ്ടം സംഭവിക്കില്ല എന്നുള്ളതാണ്. ബിക്കോസ് അതൊരു സെക്യൂർഡ് ലോണാണ്, അല്ലേ? ഇപ്പോൾ പ്രോപ്പർട്ടി വെച്ച് പൈസ മേടിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്ക് അത് ലേലം വിളിച്ച് ബാങ്കിന് പൈസ എടുക്കാം. അവിടെയും പ്രശ്നം വരില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ലോണുകൾ, സെക്യൂർഡ് ലോണിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. പലിശ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദെൻ ഈ പറയുന്ന ഹോം ലോണൊക്കെ ആകുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് വളരെ കൂടുതലായിരിക്കും ബാങ്കുകൾ അനുസരിച്ച്. ദെൻ വ്യക്തികളുടെ സിബിൽ സ്കോർ, അല്ലെ, ക്രെഡിറ്റ് വർത്തിനെസ് ഒക്കെ അനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഈ പറയുന്ന സെക്യൂർഡ് ലോണിന്. നമ്മൾ അങ്ങോട്ട് പോകണം, കുറച്ച് ഫോർമാലിറ്റീസ് അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ കൂടുതലാണ്. സോ ഇവിടെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആസ്തി, അസെറ്റ്, അല്ലെ, പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സംഭവം കിട്ടുള്ളൂ. നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കിന് അതൊരു പ്രശ്നം വരാനുള്ള സാധ്യത അവിടെ ഇല്ല. ഓക്കെ. രണ്ടാമത് നമ്മളിവിടെ പറഞ്ഞ എന്താ? പേഴ്സണൽ ലോണാണ്. ഇതൊരു അൺസെക്യൂർഡ് ലോണാണ്. നമ്മൾ അങ്ങോട്ടൊരു സെക്യൂരിറ്റി ഒന്നും കൊടുക്കുന്നില്ല ബാങ്കിന്, നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. ബാങ്കുകൾ നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് മെജോറിറ്റി എന്തിൻ്റെ ബേസിലായിരിക്കും? നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ ഒക്കെ ബേസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ ഈ പറയുന്ന TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള ഗൃഹോപകരണങ്ങളുണ്ട്. ഇതൊക്കെ എടുക്കുന്നത് EMI വ്യവസ്ഥയിലാണ്. അതിപ്പോൾ ഏറ്റവും പൈസയുള്ള ആൾക്കാർ EMIയിലേക്ക് പോകുന്നത് വളരെ കുറവായിരിക്കും. റെഡി ക്യാഷ് കൊടുത്തിട്ടായിരിക്കും മേടിക്കുക. ഏറ്റവും ലോവർ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് മിക്കതും ഈ സംഭവങ്ങളൊക്കെ EMIയിൽ മേടിക്കുക. അപ്പോൾ ഈ EMIയിൽ മേടിക്കുമ്പോൾ ഈ 20,000 എന്തെങ്കിലും പ്രോഡക്റ്റോ അല്ലെങ്കിൽ 25,000 രൂപയുടെ എന്തെങ്കിലും പ്രോഡക്റ്റോ, ഒരു AC ഇതൊക്കെ മേടിക്കുമ്പോൾ മാസ അടവ് എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ടാവില്ല, വളരെ കുറച്ചായിരിക്കും. അപ്പോൾ അതവർ എടുക്കുന്നു, മിക്കതും കറക്റ്റായിട്ട് തന്നെ റീപേ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ബജാജ് ഫിനാൻസ് എന്നൊക്കെ പറയും, HDFC. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു. ചിലപ്പോൾ ഡയറക്റ്റ് ഡെബിറ്റ് ആയിരിക്കും, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡെബിറ്റ് ആയിട്ട് പോവും. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിച്ചു, അല്ല, ഫിനാൻസ് എടുത്ത് മേടിച്ചു. അത് ഈ പറയുന്ന ഇപ്പോൾ മൈജിയെ പോയിട്ട് മേടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നന്ദിലത്തോ ഇവരും ഫിനാൻസ് കമ്പനിയും തമ്മിൽ ടൈപ്പ് ഉണ്ടായിരിക്കും.
മനസ്സിലാവുണ്ടോ? അപ്പോൾ അവിടെ ഒരു എന്ത് വന്നു, ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങൾ മേടിച്ചു, അതിന് ശേഷം പ്രോപ്പറായിട്ട് തിരിച്ചടച്ചു. അപ്പോൾ നമ്മുടെ എൻറ്റയർ ഡീറ്റെയിൽസ് പിന്നെ ഇവരുടെ കയ്യിലുണ്ടായിരിക്കും. ദെൻ അതിന് ശേഷമാണ് മിക്കതും മെജോറിറ്റി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പേഴ്സണൽ ലോൺ ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ള കോൾസും കാര്യങ്ങളൊക്കെ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞു ബജാജ് ഫിനാൻസ് ഏറ്റവും പോപ്പുലറാ, HDFC ആവട്ടെ ICICI ആവട്ടെ, ഇവിടെ നിന്നൊക്കെ വരാം. ഇവർ നേരത്തെ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ വിളിക്കുകയാണ്. നമ്മളാകെ പൈസയ്ക്ക് മെജോറിറ്റി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്താ പൈസയ്ക്ക് എപ്പോഴും ടൈറ്റായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ വിളിക്കുകയാണ്. ഇവർ വിളിച്ച് ഇത്ര എമൗണ്ട് ഓഫർ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു, ഓക്കെ എന്ന് പറയുന്നു. പലപ്പോഴും നിങ്ങളുടെ അടുത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് മന്ത്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും പേഴ്സണൽ ലോണിൻ്റെ ഒക്കെ 34% വരെയാണ്. 20 മുതൽ 34% വരെയൊക്കെ, 20-25 അല്ലെങ്കിൽ 34% വരെയൊക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ഈ പറയുന്ന ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് EMI. 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ചിലതൊക്കെ 4 വർഷം 5 വർഷം വരത്തേക്കൊക്കെ കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് മേടിക്കുന്നു, EMI ഇത്രയാണ്. അതിൻ്റെ ഹിഡൻ ചാർജസ് ഒന്നും പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നില്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. അതിന് ഫസ്റ്റ് പ്രൊസീജിയറിൽ ഇത്ര എമൗണ്ട് വരും, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് വരും. ദെൻ അതിന് ശേഷം ഇത് പ്രീ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, മുൻകൂട്ടി അടയ്ക്കുകയാണെങ്കിൽ അതിന് അഡീഷണൽ ചാർജ് അവിടെ വരുന്നുണ്ട്. ദെൻ ഒരു പ്രാവശ്യം നമ്മുടെ EMI മുടങ്ങിക്കഴിഞ്ഞാൽ അവർ ചാർജ് ചെയ്യുന്നത് വളരെ കൂടുതൽ എമൗണ്ട് ആയിരിക്കും. ബിക്കോസ് ഇതൊരു അൺസെക്യൂർഡ് ലോണാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ലോൺ എടുത്ത് പല വ്യക്തികളും 2 മാസവും 3 മാസവും ഇത് അടച്ചിട്ടുണ്ടായിരിക്കും. ദെൻ പിന്നെ ഇത് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ദെൻ പേയ്മെൻറ്റ് ഡേറ്റ് ഇപ്പോൾ 10-ാം തീയതിയാണ്, ഇതുവരെയായിട്ട് നമ്മുടെ പൈസ ഇല്ല. അപ്പോഴാണ് പൈസ ഇല്ലാണ്ടാകുമ്പോൾ ഇത് അടച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് പലരും നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എവിടെ നിന്ന് നമുക്ക് ഈ EMI അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കിട്ടുമെന്നുള്ളത് നോക്കാം. അപ്പോൾ പൈസ ഇല്ലാണ്ടാവുമ്പോൾ ഒരുപാട് വ്യക്തികൾ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ഇത്ര എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും ATMൽ നിന്ന് ക്യാഷായിട്ട്. അപ്പോൾ പലരും ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് അത് ക്രെഡിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാണ്ട് എങ്ങനെയെങ്കിലും EMI അടയ്ക്കേണ്ടെന്ന് വിചാരിച്ച് ഈ ATM മെഷീനിൽ പോയിട്ട് അവർ പൈസ വിഡ്രോ ചെയ്യാണ്. എപ്പോൾ ഈ എമൗണ്ട് വിഡ്രോ ചെയ്യണോ അന്ന് മുതൽ ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പുറത്തെ പേഴ്സണൽ ലോണിൽ കൊടുക്കേണ്ട എമൗണ്ടിനേക്കാളും ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ EMI അടക്കമായിരിക്കും. ഓട്ടോമാറ്റിക്കലി അവിടെ രണ്ടാമതൊരു കടം മുമ്പിലോട്ട് വരാണ്. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഒരു കടം വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നോ അതിലധികമോ കടം മേടിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നു. പിന്നെ ഇനിയിപ്പോൾ അതിനും പോസിബിലിറ്റി ഇല്ലെങ്കിൽ, ഒരു വീഴ്ച അവിടെ വന്നു, ഏതെങ്കിലും ഒരു മാസം അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു പലിശയുടെ പലിശ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, നമ്പർ ഓഫ് EMIs കൂടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ, ഒരു മാസവരുമാനം എന്ന് പറയുന്നത് 20,000, 25,000, ഇപ്പോൾ 30,000 ആയിരിക്കും. അപ്പോൾ ഇത്ര നാള് കിട്ടിയ വരുമാനം വെച്ചിട്ട് തന്നെ പ്രോപ്പറായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് പോകുന്നത്. ആ സമയത്താണ് ഈ EMIയും വന്നു, പിന്നെ പലിശയും കൂടിയും കൂടുമ്പോൾ കിട്ടുന്ന വരുമാനം കൂടുതൽ ബാങ്കിലോട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. അങ്ങനെയാണ് പലരുടെയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത്. ഇനി ഒരു 2 വർഷം, ഇത് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് ആയിരിക്കുമല്ലോ ഈ ലോൺ എടുത്തിട്ടുണ്ടായിരിക്കുക, 2 വർഷമോ 3 വർഷമോ. ഇനി 2 വർഷമൊക്കെ കഴിഞ്ഞ് ഈ ലോൺ ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അപ്പോൾ വിളിക്കും വീണ്ടും, നിങ്ങൾക്ക് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് 1,00,000 രൂപയുടെ പേഴ്സണൽ ലോൺ ഓഫർ ആണെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഓഫർ വെച്ചിട്ടാണ്, നിങ്ങൾ ഞങ്ങളുടെ ഒരു വാലിഡ് കസ്റ്റമർ ആണ്, നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ട്, ഒരു 1,50,000 രൂപയുടെ പേഴ്സണൽ ലോൺ ഓഫർ. ഈ ഒരു ലോൺ അടച്ചു വീട്ടാൻ ഈ വ്യക്തി പെട്ട കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പിന്നെ അവൻ ആ സമയത്ത് മറക്കാണ്. ബിക്കോസ് അവൻ്റെ
ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒക്കെ ആകെ കൊളായിട്ടിരിക്കുകയായിരിക്കും. ഇവനെപ്പോഴും വീണ്ടും പൈസ ആവശ്യം വരാണ്. അപ്പോൾ ഇത് വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇതൊക്കെ ഒരു പ്രാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി വീണ്ടും ഈ പേഴ്സണൽ ലോണിലോട്ട് പോവാണ്. അങ്ങനെ ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്നു, അധ്വാനിക്കുന്ന പൈസ കുറേയൊക്കെ ബാങ്കിലോട്ട് തന്നെ കൊടുക്കുന്നു, ദെൻ അടുത്ത പേഴ്സണൽ ലോണിലോട്ട് വീണ്ടും കയറി പോകുന്ന ഒരു സാഹചര്യമാണ് ഒരുപാട് വ്യക്തികളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ കഷ്ടപ്പെടുന്ന പൈസ സേവ് ചെയ്യാൻ പറ്റാണ്ട് ബാങ്കിലോട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. സോ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്കുകളുടെ വരുമാനം എന്ന് പറയുന്നത് പലിശയാണ്. സോ അവർക്കത് ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് കിട്ടുക, അതാണ് അവർ നോക്കുക. സോ ഈ പറയുന്ന പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ്, ഇതിലൂടെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ 0% ഇൻട്രസ്റ്റ് ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇൻ ടൈമിൽ അത് പേ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ബട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അതിലെന്തായാലും വീഴ്ച വരുത്തും ഏതെങ്കിലും ഒരു പ്രാവശ്യം. അതാണ് സൈക്കോളജി എന്ന് പറയണത്. അപ്പോൾ അതിൽ ഒരു പ്രാവശ്യം വീണ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട്. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന പേഴ്സണൽ ലോൺ ഓഫറും. അപ്പോൾ ഇങ്ങനെ പേഴ്സണൽ ഫിനാൻസിൻ്റെ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം നല്ല രീതിയിൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കോൾസ് വരുമ്പോൾ ദയവായി നിങ്ങൾ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ മേടിക്കാം. ബട്ട് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഈഗോ പണയം വെച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിക്കുന്നേക്കാൾ ബാങ്കുകൾ ഇങ്ങോട്ട് തരുന്ന പൈസയായിരിക്കും ബെറ്റർ എന്നുള്ളൊരു ചിന്തയാണ് മെജോറിറ്റി ആൾക്കാർക്ക് വരാം. അതാണ് ഇതിൻ്റെ വേറൊരു കാര്യം. പിന്നെ ഈ പേഴ്സണൽ ലോണൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ വരുമാനം കണ്ട് ചിലവാക്കാൻ ശ്രമിക്കുക. മാസവരുമാനം 30,000 ഉള്ളതെങ്കിൽ അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്യുക. അതല്ലെങ്കിൽ വേണ്ടത് എന്താ, എനിക്ക് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ഇൻകം കൂട്ടുക, സ്കില്ല് കൂട്ടുക. വരുമാനം കൂട്ടി നിങ്ങൾ സ്പെൻഡിങ് ഹാബിറ്റ്സ് വേണമെങ്കിൽ കൂട്ടിക്കോ. അതല്ലാണ്ട് കൂടി ഇത്ര വരുമാനമുള്ളോ ദെൻ കടം മേടിച്ച് നിങ്ങൾ ഈ ഇല്ലാത്ത കാര്യങ്ങൾ കാണിക്കാൻ പോകുമ്പോൾ ആകെ കുളം തോണ്ടും ജീവിതം. സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അന്നൊരു ദിവസം മാത്രമേ ആ സന്തോഷം ഉണ്ടാവുള്ളൂ. മനസ്സിലാവുണ്ടോ? അത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതൊന്നും ചിലപ്പോൾ പലപ്പോഴും ഭാര്യമാരെ അന്വേഷിക്കാൻ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് എന്താ, ശാന്തിയും സമാധാനവുമാണ്. അതിനു വേണ്ടിയിട്ട് വരുമാനം കണ്ട് ചിലവഴിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ വരുമാനം കൂട്ടാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ബാങ്കുകളുടെ ഈ ചതിയിൽ നിങ്ങൾ വീണു പോകരുത്. അങ്ങനെ വീണു പോകുമ്പോഴാണ് കിട്ടുന്ന വരുമാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴുവൻ ബാങ്കിലോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് സെക്യൂർഡ് ആയിട്ടുള്ള ഗോൾഡ് ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോവുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കിട്ടുന്ന ഏർണിങ്സിൽ പൈസ ഗോൾഡിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ SIP ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് പല വ്യക്തികളുടെയും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത്. സോ നിങ്ങളിൽ എത്ര വ്യക്തികൾ പേഴ്സണൽ ലോൺ എടുത്ത് ഈ ഒരു അനുഭവം വന്നിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്തും നിങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് പേഴ്സണൽ ലോൺ ഓഫറിൻ്റെ കോൾസ് വരുന്നുണ്ടായിരിക്കും. ആരും എടുത്തു പോകരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.